കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരൺ ശാരിയുടെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ ശാരി കിരണിനെ കണ്ടപ്പോ വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുവാണ്. ദൈവമേ, ഇവൻ എന്തിനാ വന്നേന്നുള്ള രീതിക്ക്. പിന്നീട് കിരൺ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നു പറയാം. നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താണ് സന്തോഷമെന്ന് പറയാം. അതെ, താരാനിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്ന് പറയാം. ഇത് കേട്ടതും ശാരി ഒന്ന് ഞെട്ടി. നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചെന്നറിയാവോ? ഒരു പക്ഷെങ്കില് താരാന്റീനെ ഇത്രയും കൂടെ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമായിരുന്നെങ്കിൽ താരാന്റിക്ക് ഇത്ര ദിവസം ഐസിയുലൊന്നും കിടക്കേണ്ട വരില്ലായിരുന്നു. താരാന്റിയുടെ ഓർമ്മ നേരത്തെ തിരികെ കിട്ടിയേനെ. പക്ഷെ നിങ്ങൾ എന്താ മരിച്ചെന്ന് കരുതി നിങ്ങൾ അവിടെ കൊണ്ട് ഇടുവല്ലേ ചെയ്തേ. ഒരു പക്ഷെങ്കിൽ ഒരു ദിവസം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ താരാന്റെ ഒരു ജീവൻ പോലും തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ലായിരുന്നു പറയാം. അല്ല മോനെ, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിനക്കൊരു അബദ്ധം പറ്റിയെന്നായിരിക്കും നിങ്ങൾ പറയാൻ വരുന്നതല്ലേ. അബദ്ധം അതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു തവണ അബദ്ധം പറ്റിയെന്നും പറയാം, പക്ഷെ എപ്പോഴും ഒരാൾക്ക് അങ്ങനെ അബദ്ധം പറ്റില്ലല്ലോ. നിങ്ങൾ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ മകളുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് പറയാം. അല്ല, നിങ്ങളുടെ മകളെന്ന് പറയാൻ പറ്റില്ലല്ലോ, താരാന്റിയുടെ മകള് സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് പറയാം. ഇനിയിപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ പറയുന്ന കാര്യം നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കുവാണെങ്കിൽ സരിയു പെട്ടെന്ന് സത്യങ്ങളും തിരിച്ചറിയത്തില്ല. അല്ലെങ്കിൽ അവളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. താരാന്റിയുടെ മകളാണ് സരിയു എന്നുള്ള കാര്യം എന്താണെന്നറിയാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണ്ടേ. താരാന്റി ഇങ്ങോട്ട് മോളെ കാണാൻ വരുന്ന സമയത്ത് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അത് മാത്രമല്ല, എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചാണോ എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ അവൾക്ക് കൊടുക്കുകയും ചെയ്യണം. അത് അവിടെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എന്റെ തനി സ്വരൂപം കാണുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശാരി നല്ല, അത് പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേരെ. ഇപ്പൊ തന്നെ സരുവിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കാന്ന് പറയാം. അയ്യോ വേണ്ട മോനെ, അവരിങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ കാണിച്ചോളാം. എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സരുവിനെ മുന്നിലേക്ക് എത്തിച്ചോളാം. പിന്നെ നിങ്ങളിത് ഔദാര്യമായിട്ട് കാണണ്ട, നിങ്ങളുടെ കടമയായിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി. സ്വന്തം കുഞ്ഞിനെ കാണാനായിട്ടുള്ള ഒരമ്മയുടെ അവകാശം അതിപ്പോ നിങ്ങൾ ഔദാര്യമായിട്ട് കണ്ട് ചെയ്യണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സരു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ. കിരണിനെ കണ്ടത് സരുവിന് ദേഷ്യമായി. നീയോ, നിനക്ക് നാണമില്ലാതെ ഇങ്ങോട്ട് കയറി വരാനായിട്ട്. എന്റെ മനുവേട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് വീണ്ടും നീ കയറി വന്നിരിക്കുന്നു. അമ്മ ഇത് എന്ത് നോക്കി നിൽക്കുക? ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളാൻ പറയണം. അമ്മ കഴുത്തിന് പിടിച്ചൊന്നും പുറത്ത് തള്ളാൻ പോകുന്നില്ല. അമ്മയ്ക്കറിയാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥിതി എന്തായി തീരുമെന്ന്. അതുകൊണ്ട് അതിന് വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചങ്ങ് പറയാം. ഇത് കേട്ടോ സാരേ പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നേ? എന്ത് ധൈര്യത്തിലാന്നോ? എന്ത് ധൈര്യത്തിലാന്ന് നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. നിന്റെ അമ്മ ഒരു അക്ഷരം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അമ്മയ്ക്ക് സത്യാവസ്ഥയൊക്കെ അറിയാം. പിന്നെ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? നിന്റെ ഭർത്താവിനോട് തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിപ്പോണ്ടായിരിക്കും. അവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതായതുകൊണ്ടാ തല്ലി കിട്ടിയിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യനെ ഒരിക്കലും ആരും പിടിച്ചിട്ട് തല്ലാൻ പോകുന്നില്ല. അവന്റെ സ്വഭാവം അത്ര നല്ലതാ. അവനോടൊന്ന് ചോദിച്ചു നോക്കാ കൊള്ളാന്ന് പറയാം. എടാ, വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയണമെന്ന് ചോദിക്കുകയാണ്. അനാവശ്യം പറഞ്ഞതല്ല, കാണിക്കുകയോ ചെയ്തേ. അറിയാലോ, മര്യാദയാണ് മര്യാദ എന്ന് പറയാം. പെട്ടെന്ന് ശാരിയോട് പറഞ്ഞു, അമ്മ എന്താ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? പോട്ടെ മോളെ, നമ്മളൊന്നും പറയാൻ പോണ്ടെന്ന് പറയാം. അല്ലേലും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാന്ന് പറയണം. എടി, നിന്നെ ഞാൻ വെറുതെ വിടുന്നത് എന്താണെന്നറിയാവോ? നിന്റെ വയലിൽ കുഞ്ഞുണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം ഈ സമയത്ത് വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കാണിച്ചു തരായിരുന്നു ഞാൻ. ഈ കിരൺ ആരാ നീ അറിഞ്ഞാനെന്ന് പറയാം. പിന്നെ ഇപ്പൊ നീ എന്നെ കടികനകത്തേക്ക് അങ്ങോട്ട് കയറ്റാൻ പോലെ ഒന്ന് പോടാ അവിടുന്ന് പറയണം. ഇത് കേട്ടാൻ കിരൺ പറഞ്ഞു, അതെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. നിനക്ക് സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. കല്യാണി നാളെ ഇങ്ങോട്ട് വരുവാണ്. വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ട് അവളിങ്ങോട്ട് വരുന്നത്. അതും അടുത്ത വീട്ടിലേക്ക് വലിയ സ്വീകരണം കാര്യങ്ങളൊക്കെ കാണും. അത് നീ ഇവിടെ നിന്ന് കാണണം കേട്ടോ. നന്നായിട്ട് കൺകുളിർക്കി ആ കാഴ്ച കാണണമെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് നിന്ന് കാറിലേക്ക് കയറുവാണ്. അമ്മ എന്താ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണേ? അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ വരായിരുന്നോ? എന്റെ മോളെ, ഇവിടെയാണെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോയേക്കാന്ന് പറഞ്ഞ്. അതാണെങ്കിൽ ഇമാതിരി കാഴ്ചകളും കാണുകയും കേൾക്കുകയൊന്നും വേണ്ടല്ലോ എന്ന് പറയാം. അമ്മേ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന കാര്യമാണോ? മനുവേട്ടൻ എന്റെ കുഞ്ഞിനെ അത്ര ജീവനാ. എന്റെ കുഞ്ഞിന്റെ ഒരു ആപത്തും വരില്ല. അത് ഉദ്ദേശിച്ച് മാത്രമാണ് മനുവേട്ടൻ ഇപ്പൊ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടെന്ന് പറയണേ. അധികം വൈകാതെ പോവും. അതിനിപ്പം ധൃതി പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മ ഇയാളേക്ക് എന്തിനാ പേടിച്ചിരിക്കുന്നത്? ഇവനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക്. അവനിക്കിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയണം. അല്ല മോളെ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? പിന്നെ എന്റെ മനുവേട്ടനെ ഉപദ്രവിച്ച് ഞാൻ വെറുതെ പറഞ്ഞോ? അതിന് മനുവിനെ ഉപദ്രവിച്ച ഇവരന്ന് തെളിവൊന്നുമില്ലല്ലോ. എന്റെ അമ്മേ, ഉറപ്പായിട്ടും അതറിയാവുന്ന കാര്യമല്ലേ? മനുവേട്ടൻ എന്തെങ്കിലും
ഉദയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചന്ദ്രസാന്റെ കയ്യിൽ നിന്ന് കിരണിന്റെ കയ്യിൽ നിന്ന് ആയിരിക്കും. വേറെ ആരും മനുവേട്ടന് ശത്രുക്കളില്ല, ഇവര് മാത്രം ഉള്ളെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് സരിയോ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് കല്യാണിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ലക്ഷ്മിയും കാർത്തിയും കൂടെ. ലക്ഷ്മിയോട് കാർത്തി പറഞ്ഞത്, അമ്മ ഒരു കാരണവശാലും കല്യാണിന്റെ മുന്നിലേക്ക് ചെന്ന് എത്തിപ്പെടില്ല കേട്ടോ. അറിയാലോ, മുമ്പ് ഒരു തവണ ആ ഫുഡ് കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് അമ്മേനെ ഞാൻ പരിചയപ്പെടുത്തിയത് എന്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അമ്മേനെ കണ്ട അവർക്ക് സംശയങ്ങളൊക്കെ തോന്നുവേ. അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ. അല്ല പിന്നെ അമ്മയ്ക്ക് അറിയാലോ, അമ്മ അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു നിന്ന് കാണാം. അമ്മയെ കാണുന്ന കാഴ്ച ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറയാണ്. പിന്നെ നമുക്ക് ഇന്ന് കാണണം, ഈ കാഴ്ചകളൊക്കെ കാണാം. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കുകയും ചെയ്യണം. ലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാം ആരെയാന്ന്. അയാളെ കാണണം, അയാൾ നെഞ്ചുപൊട്ടി കരയുകയും ചെയ്യണമെന്ന് പറയാം. അത് ശരിയാന്ന് പറയാം. പിന്നെ അമ്മ മറ്റൊരു കാര്യം കൂടെ, ഇത് മാത്രം പോരാ, ഒരു ക്യാഷ് അവാർഡും കൂടെ കൊടുക്കണ്ടെന്ന് ചോദിക്കും. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ക്യാഷ് അവാർഡ് ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. എത്ര കൊടുത്താലും മതിയാവില്ല. കാരണം എന്റെ മോൾക്ക് തരുന്ന പോലെ തന്നെയാ കല്യാണ മോൾക്ക് കൊടുത്താലും. അവളും ശരിക്കും പറഞ്ഞാൽ എന്റെ മോള് തന്നെയല്ലേ എന്ന് ചോദിക്കുക. പിന്നീട് കാർത്തി പറഞ്ഞു, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കല്യാണിയും കൂട്ടിക്കൊണ്ട് കിരൺ അങ്ങോട്ട് വരികയാണ്. പോരുന്ന വഴിക്ക് കിരൺ ഇങ്ങനെ കല്യാണി ഇടയ്ക്കിടയ്ക്ക് പാളിപ്പാള് നോക്കുന്നുണ്ട്. കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ടാ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കണം എന്താന്ന് ചോദിക്കും. ഒരാഴ്ചക്കുള്ളിൽ നിന്നെ കാണുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ സന്തോഷം. പിന്നെ ഞാൻ എന്ത് സന്തോഷത്തോടെയാ വന്നേന്നറിയാവോ? ഇതേ കിരണേട്ടനെ കല്ലുമോനെയും കൂടെ കാണാലോ എന്ന് ഓർത്തോണ്ട്. അപ്പൊ കല്ലുമോനെയും കൊണ്ടുവന്നില്ലെന്ന് പറയാം. അത് പിന്നെ സ്വീകരണമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അവനെയും കൊണ്ട് വരായിരുന്നേ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും കാണാലോ, അതൊക്കെ ശരിയാ. എന്നാലും ഒരാഴ്ച കാണാനിരുന്നപ്പോ എനിക്ക് എത്രമാത്രം വിഷമമായെന്നറിയോ. പിന്നെ ഓർത്തു പോവണ്ടായിരുന്നു ഓർത്തു. പിന്നെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷമായില്ലേ നിൽക്കും. സന്തോഷമായി, പക്ഷെ കിരണേട്ടന്റെ കുഞ്ഞിന്റെ അത്ര വലുതല്ല എനിക്ക് വേറൊരു അംഗീകാരവും പണവും പ്രതാപവും ഒന്നും. അത് കിരണേട്ടൻ എന്തെയും മനസ്സിലായില്ലേന്ന് ചോദിക്കാം. പിന്നീട് സന്തോഷ വർത്താനം കൂടെ ഉണ്ട്. എന്താ? അതെ, താരാന്റിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്ന് പറയാണ്. ഇത് കേട്ടാൻ കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ കൊള്ളാലോ, നമുക്ക് താരാന്റിനെ കാണാൻ ഇവിടുത്തെ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് കാണാൻ പോവാന്ന് പറയണം. അല്ല അന്നൊരു കാര്യം ചെയ്താ പോരെ, താരാന്റിനെ അച്ഛൻ്റെ അരിയിലെ അവിടെ കൊണ്ട് നിർത്തിയാ പോരെ. അത് ഞാൻ പറഞ്ഞ താരാന്റിയോട്. പക്ഷെ താരാന്റി അതിനെ കൂട്ടാക്കിയില്ല. അത് ശരിയാവത്തില്ലെന്നാ പറയണേ. ഇപ്പം അങ്ങോട്ട് വരാൻ ഒരുക്കുമല്ല താരാന്റി സ്വന്തം വീട്ടിൽ നിന്നോളാന്നാ പറയണേ. അത് വേണ്ടായിരുന്നു, ഈ അവസ്ഥയിൽ തന്നെ നിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട് കണ്ടീഷൻ എന്ന് പറയാം. പിന്നീട് കിരൺ അങ്ങോട്ട് സൈഡിൽ ചേർന്ന് വണ്ടി ഒതുക്കുവാണ്. ഇതെന്താ ഇവിടെ വണ്ടി ഒതുക്കിയത്? അതൊക്കെ ഉണ്ട്. എന്നിട്ട് ചുറ്റിനും നോക്കുവാണ്. പിന്നീട് കല്യാണി അങ്ങ് കെട്ടിപ്പിടിച്ചു. കല്യാണി പറഞ്ഞു, ഇത് പബ്ലിക് പ്ലേസാ, അതിനിപ്പോ എന്താ, ഞാൻ എന്റെ ഭാര്യനെ കെട്ടിപ്പിടിക്കുന്നതിന് ആരുടെയും അനുമതി എനിക്ക് വേണോ എന്നും ചോദിച്ചുകൊണ്ട് ഒരു ഉമ്മയും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണ്. കല്യാണി പറഞ്ഞു, കിരണേട്ടാ വെറുതെ ഇരിക്കുക, ആൾക്കാരെ കാണുമെന്ന് പറയാം. ആൾക്കാർ കാണട്ടെ, എന്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് ഇപ്പൊ ആൾക്കാർ കണ്ടാ എന്താ കുഴപ്പമിരിക്കണേ? വേറെ ആർക്കും നാട്ടുകാർക്കൊന്നും അല്ല കൊടുക്കുന്നേ, എന്റെ ഭാര്യയ്ക്കല്ലേ കൊടുക്കണേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. കല്യാണി പറഞ്ഞു, അതെ സ്വീകരണ സ്ഥലത്തേക്ക് പോകാനുള്ളതാ, എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലണം എന്ന് പറയാം. ശരി ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങനെ വണ്ടി എടുക്കുവാണ്. പിന്നീട് കാണിക്കുന്ന കിരണും കല്യാണി സ്വീകരണ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ സ്വീകരിച്ച് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ കാഴ്ചകളൊക്കെ അവിടെ മറിഞ്ഞു നിന്ന് കാർത്തിക ലക്ഷ്മിയും കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാർത്തിക ലക്ഷ്മിയോട് ചോദിച്ചു, എങ്ങനെയുണ്ടമ്മേ? സൂപ്പർ ആയിട്ടുണ്ട്, കല്യാണി മോളെക്കാണ് നല്ല സുന്ദരിയാന്ന് പറയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി. പിന്നീട് കല്യാണിക്ക് ആദരവ് കൊടുക്കാനുള്ള സമയം. കല്യാണിനെ അങ്ങനെ പൊന്നാട അണിയിച്ച് ആദരവ് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ട്രോഫിയും കൂടെ കൊടുത്തു. പിന്നീട് കല്യാണി 2 വാക്ക് സംസാരിക്കാൻ പറയാ. അങ്ങനെ കല്യാണി മൈക്കെടുത്ത് പിടിച്ച് സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. എനിക്ക് ഇങ്ങനൊരു വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പുറയിൽ അത് എന്റെ ഭർത്താവ് കിരണേട്ടനാണ്. കിരണേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്ര ഉയരത്തിൽ എത്താനായിട്ട് സാധിക്കില്ലായിരുന്നു. അത് മാത്രമല്ല, എന്റെ പഴയകാലം ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്ര ഉയരത്തിൽ എത്തുന്ന സ്വപ്നം കണ്ട കാര്യം പോലുമല്ല. അപ്പൊ എല്ലാത്തിനും പിന്നിൽ എന്റെ കിരണേട്ടനാ. ഈ അവാർഡ് ഞാൻ എന്റെ കിരണേട്ടനാ സമർപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഒരു പ്രസംഗം നടത്തുവാണ്. ഇത് കേട്ടോണ്ടിരുന്ന കാർത്തികയുടെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം തന്റെ അനിയത്തെ എത്ര പാവാണ്, അവൾ എത്ര കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് വന്നേന്നുള്ള സത്യം കല്യാണിയെ കുറിച്ചുള്ള ആ വലിയ രഹസ്യങ്ങളൊക്കെ കാർത്തികയും ലക്ഷ്മിയും തിരിച്ചറിയുകയും ചെയ്യുകയാണ്. പിന്നീട് കിരണിനെ ആദരിക്കുക ചടങ്ങ്. അങ്ങനെ കിരണിനും പൊന്നാടി വെച്ച് കിരണിനെ ആദരിക്കുകയാണ്. അതിനുശേഷം കിരണിനോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. പിന്നീട് കിരണും സംസാരിക്കുകയാണ്. കല്യാണിക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കല്യാണിയുടെ ഭർത്താവ് എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേങ്കിൽ കല്യാണി ഉള്ളതുകൊണ്ട് മാത്രം എനിക്കും ഇന്ന് ഈ സ്റ്റേജിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണെന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, കിരണേട്ടന്റെ കയ്യിൽ നിന്ന് ആ അവാർഡ് എനിക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാം. പിന്നീട് കിരൺ എന്ത് ചെയ്യണം, അങ്ങനെ കിട്ടിയ ട്രോഫി അത് വീണ്ടും
കല്യാണയ്ക്ക് സമ്മാനിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മിയുടെ കാർത്തികയെ കണ്ടു പറഞ്ഞു. കാർത്തിക വീഡിയോസൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.